അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഈ അഭിഷിക്തന്മാരുണ്ടാക്കുന്ന പ്രോബ്ലം. ഈ അഭിഷിക്തന്മാരെന്ന് പറയുന്നത് ഞാൻ അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്: എനിക്ക് പിതാവിൻ്റെ അടുത്ത് അല്ലെ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കടന്നു ചെല്ലുന്നതിനേക്കാളും സ്പീഡിൽ കടന്നു ചെല്ലാൻ പറ്റുമെന്നും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചു തരുമെന്നും നിങ്ങളെ വിശ്വസിപ്പിക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പക്ഷെ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ശരീരയാകത്താൽ അവൻ ദേഹം എന്ന തിരശീല നമുക്കായി ചിന്തിയത് കൊണ്ട് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് കൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നമുക്കിനി ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഈ കത്തോലിക്ക സഭ മരിച്ചുപോയ വിശുദ്ധന്മാരെയും കൊണ്ടും പെന്തക്കോസ്ത് സഭ ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെയും കൊണ്ടുമാണ് ഈ മധ്യസ്ഥ പണി ചെയ്യുന്നതെന്നുള്ള കാര്യം. ഞാനത് പലപ്പോഴും ശരിയാണെന്ന് ചിന്തിച്ചു. നമ്മൾ മധ്യസ്ഥന്മാരില്ല എന്ന് പറയുമെങ്കിലും ഇവിടെയും കാര്യം സാധിച്ചു തരാൻ നമ്മൾ ഈ കത്തോലിക്ക സഭ അത് തന്നെ ചെയ്യുന്നത്. ഇപ്പൊ അന്തോണീസ് പുണ്യാള യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണേ, യേശു മിശിഹായോട് പ്രാർത്ഥിക്കണേ, യേശു മിശിഹ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ 2 സ്റ്റെപ്പാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ പാസ്റ്ററോട് പറയും, പാസ്റ്റർ യേശു അപ്പച്ചനോട് പറയും, യേശു കർത്താവ് പിതാവിനോട് പറയും. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാവർക്കും കർത്താവിൻ്റെ അടുത്ത് എല്ലാം കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെയും ആളാകരുത്, ഒരു ബ്രാൻഡിന്റെയും ആളാകരുത്, നമ്മൾ കർത്താവിന്റെ ആളുകളായിരിക്കണം. ഈ ഓർഡർ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ്: പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ഇതെല്ലാം നിങ്ങളുടെയാണ്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അപ്പൊ ദൈവം, ക്രിസ്തു, നിങ്ങൾ, അതിന്റെ താഴെയാണ് ശുശ്രൂഷകർ. അതിനർത്ഥം ശുശ്രൂഷകർക്ക് അധികാരങ്ങൾ, ശുശ്രൂഷപരമായ അധികാരങ്ങൾ ഇല്ല എന്നല്ല. അതിനർത്ഥം ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിലുള്ള ഓർഡർ അനുസരിച്ച് ഈ ശുശ്രൂഷകരായി വിളിക്കുന്നവർ, അതായത് ശുശ്രൂഷകർ സഭയുടെ സ്വന്തമാണ്, സഭയെ സെർവ് ചെയ്യുന്നവരാണ്, സഭയുടെ മുതലാളിമാരല്ല.